ശ്രീ ഷാജി രാഘവൻ നോക്കൂ, അപ്പോൾ ഇതൊരു തുടർച്ചയാണ്. ഇപ്പോൾ ഞാൻ ചില ഉദ്യോഗസ്ഥരുടെ പേരുകളടക്കം ഞാൻ വായിച്ചു. ഒരുപക്ഷേ അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള എല്ലാ കേസുകളും പറഞ്ഞാൽ ഈ 1 മണിക്കൂർ പോരാതെ വരും. അതായത് താങ്കൾ പറഞ്ഞ ചില ഉദ്യോഗസ്ഥരുടെ മാത്രം ഇടപെടലാണ് എന്നുള്ള വാദം അവിടെ പൊളിയുകയാണ്. ഇനിയിപ്പോൾ നോക്കൂ, കേരളവുമായി ബന്ധപ്പെട്ട, കൊച്ചിയുമായി ബന്ധപ്പെട്ട കേസിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ ഇടനിലക്കാർ, ഇപ്പോൾ അറസ്റ്റിലായ മുകേഷ് എന്ന ആളെ പലതവണ EDയുടെ ഓഫീസിൽ കണ്ടു എന്നുള്ളതാണ് പരാതിക്കാർ പറയുന്നത്. അങ്ങനെ ഇടനിലക്കാർക്ക് കയറി ഇറങ്ങാൻ മട്ടിൽ പാകത്തിലുള്ള ഒരു ഓഫീസായി EDയുടെ ഒരു പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയുടെ ഓഫീസ് മാറുകയാണ്. അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ പ്രതികൾ എന്ന് അവർ ആരോപിക്കുന്നവർക്കെതിരെ സമൻസ് അയക്കുന്ന മാത്രയിൽ തന്നെ ഈ ഇടനിലക്കാർ ഇവരെ സമീപിച്ച് ഒത്തുതീർപ്പുണ്ടാക്കാനുള്ള ഡീൽ ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടി അല്ലാതെ ഇതൊക്കെ എങ്ങനെ നടക്കും ശ്രീ ഷാജി രാഘവൻ? നോക്കൂ, ഞാൻ തുടക്കത്തിലെ തന്നെ പറഞ്ഞു, കൊച്ചിയിലെ ഈ കേസിൽ വിജിലൻസ് അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നവരാണ്. അതിനകത്തൊരു സംശയം വേണ്ടെന്നേ. എൻ്റെ ചോദ്യം, താങ്കൾ കുറേ ഉദ്യോഗസ്ഥന്മാരുടെ പേര് പറഞ്ഞതുപോലെ ശ്രീമാൻ അജിത് കുമാർ DGP ADGP, ശ്രീ ശിവശങ്കരൻ, ഏറ്റവും അവസാനം ശ്രീ അബ്രഹാം KM അബ്രഹാം, ഇവരെല്ലാം ഇന്നറിയാം നമുക്ക് കേരളത്തിൽ. എനിക്ക് അത്ഭുതം തോന്നുന്നു, ജയചന്ദ്ര സാറൊക്കെ ശിവശങ്കരൻ എന്തോ എല്ലാ കേസും കഴിഞ്ഞാൽ അതിൽ എന്താ പറയുക, അഗ്നിശുദ്ധി വരുത്തി പുറത്ത് വന്ന് നിൽക്കുന്ന ശിവശങ്കരനെ പോലെ അദ്ദേഹം എഴുതിയ ബുക്കിനെയൊക്കെ അദ്ദേഹം കോട്ട് ചെയ്തു. ഞാൻ ചോദിക്കുന്നു, ഈ തരത്തിലുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ അഴിമതി കാണിച്ചു എന്ന് കേരളത്തിന് ബോധ്യമുള്ള ഒരു കത്ത് അല്ലല്ല, നിങ്ങൾ ചോദിക്കാൻ വരട്ടെ അത് സമ്മതിക്കില്ല. നിങ്ങൾ ചർച്ചയ്ക്ക് എന്നെ വിളിച്ചെങ്കിൽ ഒരു കാരണവശാലും സമ്മതിക്കില്ല. ആരോപണത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ രാജ്യത്തെയും കേരളത്തിലെയും മുഴുവൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ, അവർ ഈ മുഴുവൻ സിവിൽ സർവീസും സംവിധാനം അഴിമതിയാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഏത് നിലയിലും കേസ് ഒതുക്കി തീർക്കാൻ കഴിയുന്നവരാണ് എന്ന് പറയുന്നതിനാണ് മുൻപ് പറഞ്ഞതുപോലെ ഇവിടെ കുറുന്തോട്ടിക്ക് വാദം വന്നാലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? സാധാരണക്കാരൻ. നിങ്ങൾ ഈ കുറുന്തോട്ടിയുടെ വാദമൊക്കെ ഞാൻ പറയാവുന്നേ. നിങ്ങൾ എനിക്കൊരു അവസരം തരുന്നേ. നിങ്ങൾ ഇടപെടാനാണ് ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയാം. പറഞ്ഞോളൂ പ്ലീസ്. സുഹൃത്തെ, ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. താങ്കൾ പറഞ്ഞതുപോലെ ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ അഴിമതികൾ അന്വേഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസി ഇങ്ങനെ പണം വാങ്ങി എവിടേക്കും താങ്കൾ പറഞ്ഞതുപോലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം അഴിമതി കേസുകൾ അന്വേഷിക്കാൻ ബാധ്യതയുള്ള അവകാശമുള്ള ഏജൻസിയാണല്ലോ ഇത്. അപ്പോൾ ഈ ഏജൻസിയുടെ പ്രവർത്തനം ഈ മട്ടിലാണെന്നേ. അപ്പോൾ എങ്ങനെയാണ് ഈ ഏജൻസികളുടെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുക? അത്രയേ ഉള്ളൂ ചോദ്യം. അല്ല, എൻ്റെ മറുപടി കൃത്യമായിരുന്നല്ലോ. എൻ്റെ ചോദ്യം, ഒരു സംവിധാനത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ അഴിമതി കാണിച്ച് അയാളെ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ആ സംവിധാനം മുഴുവൻ മോശമാണ് എന്ന് പറയുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നായിരുന്നു എൻ്റെ ചോദ്യം. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, സർവീസിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങളിലുള്ള അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കുക, അവരെ സർവീസിൽ നിന്ന് പുറത്താക്കുക. അത് ഏത് ഏജൻസി ആയിക്കോട്ടെ, അതിനെ സ്വാഗതം ചെയ്യുന്നവരാണ് ഞങ്ങൾ. എനിക്കൊരു 10 മിനിറ്റ്, ഒരു 2-3 മിനിറ്റ് എങ്കിലും തരൂ പ്ലീസ്. ഞാനും ചോദിച്ചിട്ട്, നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ സംവിധാനം എന്താ. 5 വർഷം കൂടുമ്പോൾ ഗവൺമെൻറ്റുകളെ സ്ക്രൂട്ടണി ചെയ്യാനും അവരുടെ റഫറൻഡം എടുക്കാനും ഹിതപരിശോധന നടത്താനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ നമ്മുടെ സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള നമ്മുടെ ബ്യൂറോക്രസി എന്ന് പറയുന്നത് അതൊരു തുടർച്ചയാണ്. അതിലൊരു വലിയ വിഭാഗം അഴിമതിക്കാരുണ്ട്. അവർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഇപ്പോഴെന്താ കേരളത്തിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ ഈ ചാനലിൽ ഉൾപ്പെടെയുള്ള ചർച്ചയിലെ ഒരു കാതൽ എന്താണ് ശരിക്കും? ഈ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരു ഏജൻസിയെ അവരുടെ ക്രെഡിബിലിറ്റിക്കെതിരെയും അതേപോലെ തന്നെ അവരുടെ മൊറയിൽ തകർക്കുന്ന രീതിയിലൊരു ചർച്ച പോകുന്നു. അതിന് കേരളത്തിൽ ഇപ്പോൾ എന്താ സാഹചര്യം വല്ലതും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഈ ചർച്ച ഈ തരത്തിൽ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ആംഗിളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ആ ആംഗിൾ എന്താ? കേരളത്തിൽ ഏറ്റവും അവസാനം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കേസ് നിങ്ങൾ പലരും പറയുമ്പോൾ അവരൊക്കെ തന്നെ അഗ്നിശുദ്ധി വരുത്തി കേരളത്തിൻ്റെ പൊതുമധ്യത്തിൽ നിൽക്കുന്നു എന്നൊന്നും ആരും പറയണ്ട. അത് KM അബ്രഹാം ആയാലും ശിവശങ്കരനായാലും അജിത് കുമാർ ആയാലും ഒക്കെ തന്നെ.
അവരൊക്കെ തന്നെ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടവർ അന്വേഷണത്തിൻ്റെ പരിധിയിലും അന്വേഷണങ്ങളും കോടതിയിലും ഒക്കെ ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഏറ്റവും അവസാനം ഒരു കേരളത്തിലൊരു കേസുണ്ടല്ലോ. ആ കേസ് എന്താ? മുഖ്യമന്ത്രിയുടെ മകള് പോലും ഒരു കേസിൽ പെട്ടിരിക്കുന്നു. എന്താ കേസ്? ആ കേസ് നമുക്കറിയാം, SFIയുടെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ആ റിപ്പോർട്ടിൽ കോർപ്പറേറ്റ് ഫ്രോഡ് നടന്നിട്ടുണ്ട്, മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട്. നമുക്കറിയാം അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് EDയുടെ അന്വേഷണമാണ്. ഇതൊരു മുൻകൂർ ജാമ്യം എടുക്കലാണ്. ഈ ചർച്ച ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ്. കേരളത്തിൻ്റെ മുമ്പിൽ EDയുടെ മുറയിൽ തകർക്കാനുള്ള മനഃപൂർവമായ പരിശ്രമം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഉദ്യോഗസ്ഥൻ നടത്തിയ അഴിമതിയെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് അയക്കെതിരെ നടപടി എടുക്കണമെന്നും അതിശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ടും ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ വരുത്തിയ വിന, അയാൾ നടത്തിയ അഴിമതി, അതെങ്ങനെയാണ് മുഴുവൻ സംവിധാനത്തെ നിങ്ങൾക്ക് അതിനെതിരെ ആരോപിക്കാൻ വേണ്ടി സാധിക്കുന്നത്? അപ്പോൾ വളരെ മനഃപൂർവ്വമായ സംവിധാനത്തെ മുഴുവൻ ഒരു 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 പ്രത്യേക തലത്തിൽ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ മുറയിൽ നശിപ്പിക്കുന്ന രീതിയിൽ ഒരു മൂവ്മെൻറ്റ് കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് വരാൻ പോകുന്നൊരു വലിയ അന്വേഷണമുണ്ട്. അതിനകത്തൊരു സംശയവും വേണ്ട. കാരണം ആ കേസ് ഇപ്പോൾ തൽക്കാലം മാത്രമേ സ്റ്റേ ആയിട്ടുള്ളൂ. ആ സ്റ്റേ ഒക്കെ മാറി അന്വേഷണത്തിലേക്ക് വരും. അപ്പോൾ ഇതൊരു മുൻകൂർ തയ്യാറെടുപ്പാണ്, ഒരു ജാമ്യം എടുക്കലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഇവിടെ പലരും EDയെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ ബോധ്യമുണ്ടെന്നേ. EDയുടെ സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോൾ എനിക്കിപ്പം ശിവശങ്കർ സാർ, അല്ല, നമ്മുടെ ജയചന്ദ്രൻ സാർ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ? രാഹുൽ ഗാന്ധിക്കെതിരെ, സോണിയാ ഗാന്ധിക്കെതിരെയും അവരുടെ നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ടൊരു കേസ് വന്നു, EDയുടെ കേസ്. അദ്ദേഹം പറയുന്നത് CPM അനുകൂല നിലപാടെടുത്തത് ശരിയാണ്. ആര്? യെച്ചൂരിയുടെ സമയത്ത് എടുത്തിരുന്നു. പക്ഷേ അതിനുശേഷം വന്ന നാഷണൽ സെക്രട്ടറി കാരാട്ടിൻ്റെ നിലപാടതായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പോലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരെ ആ തരത്തിലുള്ള അന്വേഷണം നടത്തുന്നതിനോട് യോജിച്ച് നിൽക്കുന്നവരാ. ഇന്ത്യ മുന്നണിയിലെ, ഞാൻ ചോദിച്ചിട്ട്, ഇന്ത്യ മുന്നണിയിലെ ഡൽഹിയിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു അന്വേഷണം വന്നപ്പോൾ എന്തായിരുന്നു നിലപാട്? കോൺഗ്രസ് അല്ലേ ആ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ ED നല്ലതാണ്. അപ്പോൾ തരാതരം വരുമ്പോൾ ED നല്ലതാവുന്നു. അല്ലെങ്കിൽ സ്വന്തം തടിക്ക് തട്ടുന്ന സമയത്ത് മാത്രമേ ED മോശക്കാരനാണ്. ഇതല്ലേ നമ്മൾ കാണുന്നത്. അപ്പം നാഷണൽ ഹെറാൾഡ് പത്രത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ EDയുടെ അന്വേഷണം ശരിയാണെന്ന് പറയുന്നു. ഞാൻ ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. 2019 ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ CBI അന്വേഷണം ആരാ ആവശ്യപ്പെട്ടത്? ആ CBI കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമല്ലായിരുന്നു. അന്ന് നരേന്ദ്രമോദി അല്ലായിരുന്നു കേന്ദ്രം ഭരിച്ചിരുന്നത്. അപ്പോൾ ആ കേന്ദ്ര ഏജൻസിയെ ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷിക്കുന്നതിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് താല്പര്യം. അപ്പോൾ വിശ്വാസമാണ് മോഡിയുടെ ഏജൻസിയെ. രാഹുൽ ഗാന്ധിക്കെതിരെ അന്വേഷണം നടത്തിയ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരന് അക്കാര്യത്തിൽ വിശ്വാസമാണ് കേന്ദ്ര ഏജൻസിയെ. തിരിച്ച് ഞാൻ ചോദിച്ചോട്ടെ, അതേപോലെ തന്നെ ഡൽഹിയിലെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാർക്ക് വിശ്വാസമാണ്. CPM അതിനെ എതിർത്തുന്നുള്ള യാഥാർത്ഥ്യം ഞാൻ അവിടെ ഒന്ന് ഇടപെടുന്നു. ശ്രീ ഷാജി രാഘവൻ, താങ്കളുടെ പോയിന്റ് ക്ലിയർ ആയി എന്ന് കരുതുന്നു. പക്ഷെ താങ്കൾ പറഞ്ഞ മാതിരി EDക്കെതിരെ ഇങ്ങനെയൊരു ഇമേജ് ഉണ്ടാക്കുന്നു എന്നൊക്കെ താങ്കൾ പറഞ്ഞല്ലോ. EDയുടെ അന്വേഷണങ്ങൾക്കെതിരെ ഓരോ കേസിലും വളരെ നിശ്ചിതമായ വിമർശനം ഉന്നയിച്ചതിൽ കേരള ഹൈക്കോടതി മുതൽ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വരെ ഉണ്ട് എന്നതുകൂടി ഓർക്കുക ശ്രീ ഷാജി രാഘവൻ.